ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ മൂത്ത മോനെ സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് കോളേജിലോട്ട് പോവാണ് കേട്ടോ. 2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ. ലോസ് ആഞ്ചലസിൽ നിന്ന് സാന്റിയാഗോ വരെ പോകണം. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് സാന്റിയാഗോ UCSDയിലാണ് പഠിക്കുന്നത് കേട്ടോ. 2 വർഷം ഡോമിലായിരുന്നു. ഇനി അവർക്ക് ഡോം കിട്ടില്ല. അപ്പോൾ ഡോമിൽ താമസിച്ചിരുന്ന അവർ 3 പേരും കൂടെ 3 ബെഡ്റൂമുള്ള ഒരു ടൗൺ ഹൗസ് റെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോണത്. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ക്യാമ്പസിലോട്ട് 20 മിനിറ്റാണ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളത്. ഇപ്പം 3 പേരും കാറ് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് 5 മിനിറ്റിൽ കോളേജിലെത്തും. അപ്പോൾ പിന്നെ വേണമെങ്കിൽ അവിടെ ബസ് സർവീസ് ഉണ്ട് കേട്ടോ. ഇതാണ് അവരുടെ കോളേജ് ക്യാമ്പസിലേക്ക് പോകുന്ന ബസ്. അപ്പോൾ ഞങ്ങളിതേ വീട്ടിലോട്ട് കയറുകയാണ്. അവൻ്റെ വിൻഡോ തുറന്ന് നോക്കുമ്പോൾ റെയിൽവേ ട്രാക്കാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ബെഡ്റൂംസും മുകളിലാണ്. താഴെ ഹാളും ഡൈനിങ് ഏരിയ, ലിവിങ് റൂം, കിച്ചൺ ഒക്കെ കൂടിയതാണ്. ഒരൊറ്റ റൂം പോലെയാണ് കിടക്കുന്നത് കേട്ടോ. താഴെ ഒരു വാഷ്റൂമുണ്ട്. പിന്നെ ഇവിടെ വീട് റെൻ്റ് ചെയ്യുമ്പം വാഷർ, ഡ്രയർ, ഫ്രിഡ്ജ്, കുക്കിംഗ് റേഞ്ച്, ഡിഷ് വാഷർ, അവൻ എല്ലാം ഒപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളതൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ സ്പെഷ്യലി ഒരു റേഡിയോ കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന യൂട്ടൻസിലും കോഫി മെഷീനും ഒക്കെ എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു കുട്ടി ഓൾറെഡി മൂവിങ് ചെയ്തു. അവൻ ഫെൻസിങ് സ്റ്റാർ ആയതുകൊണ്ട്, അവൻ സ്പോർട്സിലുള്ളതുകൊണ്ട് നേരത്തെ മൂവിങ് ചെയ്യണം. അവർക്ക് പ്രാക്ടീസൊക്കെ തുടങ്ങി ഓൾറെഡി. അപ്പോൾ ഇത് അവൻ്റെയാണ് കേട്ടോ സർഫിംഗ് ബോർഡൊക്കെ. അവനൊരു മെക്സിക്കൻ അമേരിക്കൻ ബോയ് ആണ് കേട്ടോ. അപ്പോൾ ഇനി കാറിൽ നിന്ന് കുറച്ച് സാധനം കൂടി എടുക്കാനുണ്ട്. അണ്ണാറക്കണ്ണനും തെന്നാലായത് അതൊക്കെ കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കണം. അപ്പോൾ വാഷറും ഡ്രയറും പാറ്റിയോലാണ് കേട്ടോ. ഈ ബൈക്കും അവൻ്റെയാണ്, ആ മെക്സിക്കൻ അമേരിക്കൻ ചെറുക്കൻ്റെയാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ അകത്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഞങ്ങൾ ഐക്കിയയിലേക്ക് പോവാണ്. മോനൊരു കമ്പ്യൂട്ടർ ഡെസ്ക് മേടിക്കണം. അപ്പം ഐക്കിയയിൽ എത്തുന്നതിന് മുന്നേ ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ആ കുട്ടീനെയും കൂടെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോയായിരുന്നു. അവന് ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളെന്തോ ബേസ്വാഡ ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഐക്കിയയിലേക്ക് പോയി ഞങ്ങൾക്ക് വേണ്ട കമ്പ്യൂട്ടർ ഡെസ്കിൻ്റെ എവിടെയാണ് സ്ഥലം എന്നൊക്കെ നോട്ട് ചെയ്തു. ഇപ്പോൾ സെൽഫ് സർവീസിങ് ഏരിയയിൽ 14th അയലിലാണ്. അപ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് അത് എടുക്കണം. അപ്പോൾ കൂടെയുള്ള ചെറുക്കനും ഒരു ടേബിൾ വേണമായിരുന്നു. പിന്നെ അവർക്ക് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. ഡോമിൽ താമസിക്കുമ്പോൾ കമ്പ്യൂട്ടർ ഡെസ്കും അവർക്ക് തുണി വയ്ക്കാനുള്ള അലമാരയും ട്രാഷിനുള്ള ബിന്നും ഒക്കെ കോളേജിൽ നിന്ന് തന്നെ കൊടുക്കും. ഹോസ്റ്റലിൽ തന്നെ ഉണ്ടാവും. പക്ഷേ വീടെടുത്ത് പോകുമ്പോൾ നമ്മളതൊക്കെ സ്വന്തമായിട്ട് വാങ്ങണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ ഡെസ്കും ടേബിളും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നത്. അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് സെൽഫ് ചെക്കൗട്ട് ചെയ്യുക. ഇനി ഞങ്ങൾ ഇത് അവൻ്റെ റൂമിൽ കൊണ്ടുവച്ചതിന് ശേഷം ഇന്ന് തന്നെ ഞങ്ങൾ ലോസ് ആഞ്ചലസിലോട്ട് പോകട്ടോ. അപ്പോൾ ഇതൊരു സൺഡേ ആയിരുന്നു. മൺഡേ വർക്കിംഗ് ആണ്. അപ്പോൾ വീടാന്ന് പറഞ്ഞാലും നമുക്കിപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമൊന്നുമില്ല. ബാക്കി 2 പിള്ളേർക്ക് സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ആ മെക്സിക്കൻ അമേരിക്കൻ ചെറുക്കൻ. ഇവൻ്റെ കൂടെ താമസിക്കുന്ന മറ്റേ കുട്ടി ഇന്ത്യൻ തന്നെയാണ്, ഇന്ത്യൻ അമേരിക്കൻ. അവൻ പഞ്ചാബിയാണ് കേട്ടോ, പഞ്ചാബ് ബേസാണ്. അപ്പോൾ ഞങ്ങൾ അവരുടെ കൂടെയാണ് വൈകുന്നേരം ഡിന്നർ കഴിച്ചത്. പിസ്സയായിരുന്നു ഞങ്ങളുടെ ഡിന്നർ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് അവസാനം വെച്ചിരിക്കുന്ന ഫോട്ടോ ആ 3ാമത്തെ ചെറുക്കനും അവൻ്റെ ഫാമിലിയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകണം.